സ്റ്റേ സ്റ്റേബിൾ എന്ന എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് സ്പീച്ച് ഡിസോർഡർ, അതായത് സംസാര വൈകല്യം. ഒരു കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണിത്. കുട്ടികളിലാണ് മെയിൻലി കണ്ടുവരുന്നത്. ഇത് വന്ന് സംസാര ശേഷി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ സംസാരിക്കാൻ വ്യക്തതയില്ലാതെ വരികയോ അഥവാ സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാകാതിരിക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇത്. കുട്ടികൾ ഒരു 4 വയസ്സിന് മുമ്പ് തന്നെ അവർക്ക് പറയാനുള്ള അപ്പ അമ്മ അല്ലെ അച്ഛ അമ്മ അങ്ങനെയുള്ള കാര്യങ്ങളും ഏകദേശം എല്ലാ ഒരു വ്യക്തതയുണ്ടായിരിക്കും സംസാരത്തിൽ. അഥവാ അങ്ങനെ ഉണ്ടായില്ല എങ്കിൽ അതിന് ഉള്ള എന്ത് ചെയ്യണം? ഇത് പെൺകുട്ടികളെ അപേക്ഷിച്ച് ആൺകുട്ടികളിലാണ് കൂടുതലായി കണ്ടുവരുന്നത്. ഇതിനുള്ള പ്രധാന കാരണം ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ, മാനസിക സംഘർഷം, പ്രസവ സമയത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അണുബാധ, തൂക്കക്കുറവ്, കുട്ടിക്കുണ്ടാകുന്ന തൂക്കക്കുറവ്, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഈ സംസാര വൈകല്യത്തിന് കാരണമുണ്ടാകുന്നതാണ്. സംസാര ശബ്ദ പ്രശ്നമുള്ളവരുടെ ടെസ്റ്റുകൾ എടുക്കുകയും അതുപോലെ സ്പീച്ച് തെറാപ്പി അങ്ങനെയുള്ളവരുടെ കൺസൾട്ടേഷൻ പ്രത്യേകം ആവശ്യമാണ്. അതുപോലെ സംസാരിക്കാൻ ആവശ്യമായ ചുണ്ട്, പല്ല്, അതുപോലെ നാക്ക്, മേലെണ്ണാക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ മെയിൻലി ടെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പ്രധാനമായിട്ടും കണ്ടുവരുന്ന ഒരു സ്പീച്ച് ഡിസോർഡറാണ് വിക്ക്. അത് മിക്കവാറും കുട്ടികൾ ഉണ്ടാകുന്നത് അവരുടെ മാനസിക ബുദ്ധിമുട്ടുകൾ, കുഞ്ഞിലെ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം അഥവാ തലച്ചോറിനുണ്ടാകുന്ന ക്ഷതം, ഇതൊക്കെ കാരണമാണ്. അവർക്ക് ഒരു പ്രോപ്പറായിട്ട് സംസാരിക്കാൻ പറ്റാതെ വരികയും ഇടയിൽ നിർത്തുകയും പിന്നെ സംസാരിച്ചു തുടങ്ങുമ്പോൾ ഭയം കാരണം വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയും പിന്നെ അത് ആലോചിക്കും, പറയുന്നത് ശരിയാണോ, പറഞ്ഞാൽ തെറ്റുവരുമോ എന്നുള്ള ആലോചന ഉണ്ടാവുകയും അങ്ങനെ ടോട്ടലി ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരവസ്ഥയിലേക്ക് അവർ പോവുകയും ചെയ്യുന്നു. ഇതൊന്ന് മിക്കവാറും കുട്ടികളിൽ കണ്ടുവരുന്നത് മാനസിക സമ്മർദ്ദം ഒരു പ്രധാന കാരണമാണ്. അതുപോലെ പാരമ്പര്യമായിട്ടും വിക്ക് കണ്ടുവരുന്നതാണ്. അതൊന്ന് ഒരു സ്പീച്ച് തെറാപ്പി നല്ല രീതിയിൽ കൊടുത്ത് മാറ്റാൻ കഴിയാവുന്നതാണ്. എങ്കിൽ പോലും അത് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ഓഡിയോഗ്രാം ടെസ്റ്റും ചെയ്ത് അങ്ങനെയുള്ള ഒരു മെഡിക്കൽ ഇതിലേക്ക് പോവുകയാണെങ്കിൽ അവരുടെ പ്രായമാകുന്നതിന് മുമ്പ് തന്നെ, ഒരു 5 വയസ്സിന് മുകളിലേക്കുള്ള പ്രായമാകുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ പ്രധാന കാരണം കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. എന്നെ കേട്ടതിന് നന്ദി, നമസ്കാരം.